ഹലോ, ഞാനേ പറയാൻ പോകുന്ന കാര്യം ഈ ക്ഷമയെക്കുറിച്ച്. പേഷ്യൻസ്. നമുക്ക് ഈ പേഷ്യൻസ് എന്ന് പറയാനുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് കാര്യം വേറൊന്നുമില്ല, ആർക്കും താല്പര്യമില്ല, എല്ലാവർക്കും സ്പീഡ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണല്ലോ വേണ്ടത്. അപ്പം ഈ ക്ഷമ കൊണ്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് നമ്മളെ വീടൊക്കെ തുടക്കുകയും ക്ലീനൊക്കെ ചെയ്യുന്നത് വൃത്തിയായിട്ടൊക്കെ തരും. അപ്പം ഈ വൃത്തിയാക്കുന്ന സ്ഥലത്തെ വളരെ സ്പീഡിൽ അങ്ങോട്ട് വൃത്തിയാക്കിയുണ്ടല്ലോ, ഇത് വൃത്തിയാകത്തുമില്ല, തീരത്തുമില്ല, എപ്പോഴും അത് പ്രശ്നത്തിലാണ്. എന്നാൽ അതൊന്ന് ക്ഷമയോടുകൂടി നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന സ്ഥലം ഒരു 15 മിനിറ്റ് എടുത്ത് വൃത്തിയായിട്ട് ചെയ്ത് നോക്കി. നല്ല വൃത്തിയായിട്ട് ചെയ്ത, ക്ഷമയോടുകൂടി ചെയ്തോണ്ടല്ലോ, അതിൻ്റെ അരികും മൂലയും വെക്കും എല്ലാം നല്ല വൃത്തിയായിട്ട് വരും. അപ്പം ഈ പിന്നെയും അതിലേക്ക് നമ്മുടെ സമയം കണ്ടുവരത്തില്ല, അത് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും, വളരെ നീറ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. മറ്റേതെന്ത് സംഭവിച്ചത്, നമ്മൾ വേഗം ചെയ്തു, പിന്നെയും ചെയ്യണം, അതിൻ്റെ പിന്നെയും ചെയ്യണം, എന്നും ചെയ്തുകൊണ്ടിരിക്കണം. ഈ ക്ഷമയോടുകൂടി ചെയ്താൽ ഒരു തവണ ചെയ്താൽ ഒരു 3-4 ഡേയ്സിലേക്ക് നമുക്ക് സമാധാനമുണ്ട്. അതാണ് ഈ ക്ഷമയുടെ ഒരു പവർ. അതായത് ക്ഷമയ്ക്ക് അട്ടൻ സൂപ്പിൻ്റെ ബലം ചെയ്യും എന്ന് പൂർവികരൊക്കെ പറയണല്ലേ. ആക്ച്വലി സത്യം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. മനസ്സിലായോ?